നമ്മൾ പ്രവർത്തിച്ചല്ലേ പറ്റൂ. ആ പ്രവൃത്തിയെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്നേഹിക്കുന്ന പ്രവൃത്തിയെ ചെയ്യാവൂ. തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നടത്താൻ ഇരിക്കുമ്പോൾ നമ്മൾ അതിന് ചെറിയ ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ഫിലോസഫർ എന്ന് വേണമെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്, മൈൻഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഭയങ്കരമായ സാങ്കേതികമായ ഒരുപാട് എ റബൽ വിത്തൗട്ട് എ ക്രൂ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുള്ള ഒരാൾ എഴുതിയതാണ്. 2 VCR, അന്ന് VCR ഉള്ള കാലമാണ്. ഇന്നും VCR ഉണ്ട്, പക്ഷേ അത് പ്രചാരത്തിൽ ഇല്ല എന്ന് മാത്രം. അപ്പോൾ ഈ 2 VCRകൾ വെച്ചുകൊണ്ട് ഒന്നിലിതിങ്ങനെ ഓടിച്ചുകൊണ്ട് മറ്റതിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ആവശ്യമില്ലാതെ ട്രാൻസ്ഫർ ചെയ്യാതെ വെച്ചു, അങ്ങനെ കളഞ്ഞു. വേണ്ടുന്നതും വേണ്ടാത്തതെല്ലാം എഡിറ്റ് ചെയ്ത് അദ്ദേഹം ഒരു മൂവിയുടെ സംഗതികൾ രൂപപ്പെടുത്തി ഉണ്ടാക്കി. അപ്പോൾ പണമില്ലാത്ത ഒരാളായിരുന്നു അയാൾ. പക്ഷേ ഇത് പടം വാങ്ങിച്ചതും ഒരു ക്യാമറ എന്ന് പറയുന്നത് എപ്പോഴോ നമ്മുടെ നാട്ടിലെ പണമില്ലാത്ത അവസ്ഥയും അമേരിക്കയിലെ അല്ലെങ്കിൽ അതുപോലത്തെ രാജ്യങ്ങളിലെ പണമില്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് നമ്മുടേതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട അവസ്ഥയാണ്, പണമില്ലെങ്കിൽ പോലും. ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ നേരത്തെ തന്നെ അവർക്ക് കൈവശപ്പെടുത്താനുള്ള സാഹചര്യമൊക്കെയുള്ള ആൾക്കാരായിരിക്കും പൊതുവേ. അങ്ങനെ 13ാമത്തെ വയസ്സിൽ ഫിലിം മേക്കിങ്ങിൻ്റെ പ്രാഥമിക പാഠങ്ങൾ ഈ റോഡ്രിഗസ് എന്ന് പറയുന്ന ആൾ മനസ്സിലാക്കാൻ തുടങ്ങി. അയാളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടില്ല. അങ്ങനെ വർഷങ്ങളോളം ഈ ഒരു സ്വയം ഷൂട്ട് ചെയ്തും എഡിറ്റ് ചെയ്തും എന്തൊക്കെയാണ് പിഴവുകൾ, എന്തൊക്കെയാണ് തകരാറുകൾ. ഇപ്പം ഒരു ക്യാരക്ടർ സംസാരിക്കുമ്പോൾ വേറൊരു ക്യാരക്ടർ ഇവിടെ നിൽക്കണം. ഒരു ലോങ് ഷോട്ടിൽ എൽ മറിയാച്ചി എന്നാണ് ആ സിനിമയുടെ പേര്. അതൊരു വീഡിയോ ഫിലിമാണ്. പക്ഷേ പാരമൗണ്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഈ എലികളൊക്കെ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ എലികളുടെ ദേഹത്ത് പരീക്ഷിക്കുന്നത് കേട്ടിട്ടില്ല. അതേപോലെ ഹ്യൂമൻ പ്രത്യേക ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു സ്ഥലത്ത് താമസിപ്പിക്കുകയാണ്. ഇവർ പറയുന്ന ഭക്ഷണം മാത്രം അവർ പറയുന്ന ജീവിതക്രമമായിരിക്കണം. അവരുടെ ഉദ്ദേശം മരുന്ന് ഈ മനുഷ്യനിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ മരുന്നുകൾ എങ്ങനെയൊക്കെ ഇയാളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. 5ഉം 10ഉം സൂചികൾ കുത്തിക്കയറി രക്തമെടുക്കലും പരിപാടികളും ഒക്കെ ഉണ്ട്. അങ്ങനെ യാതനകൾ അനുഭവിച്ചുകൊണ്ട് അതിന് ഇയാൾക്ക് പൈസ കിട്ടും. അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടാണ് അത് അവിടുത്തെ രീതി. ഇപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങളും പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെയുള്ള വലിയ 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 മരുന്ന് കമ്പനികളുടെ പരിപാടികളുടെ ബാധകരമായ പല കാഴ്ചകളും ആ സിനിമയിലുണ്ട്. ഇതിനകത്ത് ഈ റോബർട്ട് എന്ന് പറയുന്ന ആളുടെ കമ്മിറ്റ്മെൻറ്റും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള അയാളുടെ ഡെഡിക്കേഷനുമാണ് അതുപോലുള്ള ഒരു വലിയ അംഗീകാരങ്ങൾ നേടുന്ന ഒരു ലെവലിലേക്ക് അയാളെ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഒരിക്കലും ഒരു വലിയൊരു ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നത് കൊണ്ട് പിന്നെ എനിക്ക് അവിടുത്തെ ഒരു ക്യാമറയൊക്കെ ഫേസ് ചെയ്തിട്ട് കുറച്ച് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പം ഒരു 5ാമതായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇല്ല, കുറേയൊന്നും ചെയ്തില്ല, 2 ചെയ്തിട്ടുള്ളൂ. സിനിമ പൂർണ്ണമായും സംവിധായകൻ, അല്ലെങ്കിൽ പിന്നെ അത് തീരുമാനിക്കേണ്ടത് സംവിധായകനാണ് എന്ന് വരുമ്പോൾ അത് സംവിധായകൻ്റെ മാത്രമാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും സംവിധായകൻ പൂർണ്ണമായും പരിചയക്കുറവിൻ്റെയും ഇതിനകത്ത് പലപ്പോഴും നമ്മൾ സംവിധായകന് പേരിട്ടതുകൊണ്ട് മാത്രം ഒരാൾ സംവിധായകനാവുന്നില്ല.
നമ്മുടെ കൺമുമ്പിൽ പലപ്പോഴും സംവിധായകന് ഇങ്ങനെ പേര് വെക്കാമെന്നല്ലാതെ ഇതിനെപ്പറ്റി ഒരു സിനിമയിൽ നൃത്തം ഉണ്ടാവും, സംഗീതം ഉണ്ടാവും, പിന്നെ ആക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ കാണും. അപ്പോൾ ഒരു സംവിധാനം ചെയ്യാൻ പുറപ്പെടുന്ന ഒരാൾ ഒരു സാമാന്യമായ ഒരു ധാരണ ഇതിനെക്കുറിച്ചൊക്കെ വേണ്ടി വരും. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ ആ ഇല്ലാത്ത സംവിധായകൻ മറ്റ് പലരെയും ആശ്രയിക്കേണ്ടി വരും, വളരെ കൂടുതലായി. അങ്ങനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സിനിമയായിരിക്കില്ല, അവരുടെ സിനിമയായിരിക്കില്ല. അപ്പോൾ ഏത് സിനിമ എങ്ങനെ എന്ന് വരുമ്പോഴാണ് ഇത് സംവിധായകൻ്റെ ആണോ അല്ലാത്തവരുടെ ആണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ശരിക്കും സിനിമ സംവിധായകൻ്റേത് മാത്രമാണ്, അങ്ങനെ ആയിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചോദ്യം അത്ര വ്യക്തമല്ല, എന്നാലും ആ ചോദ്യത്തിലെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയായിപ്പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനൊക്കെ എന്ന് പറയുന്നത് ഇപ്പം എന്നെ ഒന്നും നിങ്ങളങ്ങനെ ഒരു മാതൃകയായിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ ഒരു പിന്നെ പല കാര്യങ്ങളും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് സംഭവിച്ചല്ല. ഇപ്പം ഞാനൊരു സിനിമാ നടനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ കാര്യത്തിൽ നടന്നിട്ടില്ല, മനസ്സിലായില്ലേ? എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ മേഖല ശരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്നത് സിനിമ എന്നെ സംബന്ധിച്ചുള്ള അന്ന് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്ന കാലഘട്ടത്തിൽ സിനിമ അപ്രാപ്യമായ ഒരു ഇതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ ചെറുപ്പകാലം തൊട്ട് നാടകമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അന്ന് എന്നെ അവിടെ ഒരു പ്രസിദ്ധ സംവിധായകനായ രാമു കാര്യാട്ട്, പി ഭാസ്കരൻ, ക്യാമറാമാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാനങ്ങോട്ട് മൊഴിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവരെന്നെ കാണുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്ന ഒരുത്തന്നെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ രൂപം കണ്ടപ്പോൾ അവർ തിരിച്ചുപോയി. ഇവരൊക്കെ സിനിമയിലൊക്കെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. കാരണം അന്ന് ഞാൻ എത്ര സുന്ദരനല്ലായിരുന്നു. പക്ഷേ മോശം അവസ്ഥയിലായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് പകരം എന്നെ വിളിച്ചിരുത്തി കുറേ ഉപദേശിച്ചു. പറഞ്ഞു, ഇത് പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, സിനിമ എന്ന് പറയുന്നത് പ്രൈവറ്റിൻ്റെ കയ്യിലാണ്, ഗവൺമെൻറ് ജോലിയോ ഒന്നും ഇവിടെ പഠിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് കുട്ടി ഇവിടുന്ന് വേഗം പോയിട്ട് വേറെ എന്തെങ്കിലും ജോലി വളരെ നേരം എന്നെ ഉപദേശിച്ചു. പക്ഷേ എനിക്കൊരു ദൃഢനിശ്ചയം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായതാണ്. അങ്ങനെ പലരും ഈവൻ കാര്യമായിട്ട് പലപ്പോഴും അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ക്ലാസ്സിൽ അഭിനയിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. അവരൊന്ന് ക്ലാസ്സിലിരിക്കും ചിലപ്പോൾ. അങ്ങനെ അധ്യാപകരായിട്ടല്ല, വെറുതെ അവിടെ പഠിപ്പിക്കുന്ന പ്രഭാകരൻ എന്ന് പറയുന്ന ആളിൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് ഇവരവിടെ വരുന്നത്. പ്രഭാകരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ അധ്യാപകൻ. അദ്ദേഹം പൂന ഫിലിം സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നീട് സിനിമ ആരംഭിക്കാൻ ശ്രീ പി എ ബക്കർ തുടങ്ങുന്നുണ്ട്. അവിടെ വരികയാണെങ്കിൽ അതിലൊരു റോൾ അഭിനയിക്കാൻ. ഞാൻ അദ്ദേഹത്തോട് ചാൻസ് ചോദിച്ചിട്ടില്ല, അദ്ദേഹം എന്നെ ബുക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, മനസ്സിലായില്ലേ? ഞാൻ എറണാകുളത്ത് ചെല്ലുകയാണെങ്കിൽ അതിലൊരു റോൾ അഭിനയിക്കുന്നതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ ഇതില്ലെങ്കിൽ വേറെ ആരും അഭിനയിക്കും. പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് വേറെ പല പല തിരിച്ചറിവുകളുണ്ടായി സിനിമയെക്കുറിച്ചുള്ള. അപ്പോഴൊക്കെ സിനിമയോടുള്ള എൻ്റെ സമീപനം എങ്ങനെയായിരിക്കണം,
സിനിമ നമ്മുടെ ഒരു ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നൊരു വിഷയമാണ്. ഉണ്ടായിരുന്ന റോള് പോലും പൂർത്തിയാക്കാൻ പറ്റില്ല. അതിനുശേഷം സംഘഗാനം എന്ന് പറയുന്ന സിനിമ, സംഘഗാനം, അതിൽ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മണിമുഴക്കത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത് ഹരി എന്ന് പറയുന്ന ഒരാളാണ് നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്, ഹരി. അപ്പോൾ ഈ സംഘഗാനം എം സുകുമാരൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു ചെറുകഥയെ അവലംബിച്ച് അങ്ങനെയാണ് എനിക്ക് അതിൽ പ്രധാന വേഷം ഞാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഈ കോമഡി ആക്ടേഴ്സിനൊന്നും ശരിക്കും ഒന്നും തിളങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നായകന്മാരാണ്, പിന്നെ നായകന്മാരെക്കാളും കഴിവ് കൂടുതലാണെങ്കിലും നായകന്മാർ പോയി ആരെയും പോയി രണ്ട് ഇടിച്ചാലോ, നായകന്മാർ ഇറക്കം കുറഞ്ഞ പാവാട ഇട്ടാലോ അവരുടെ പിന്നാലെ ഇരിക്കും ജനം. അപ്പം അതുകൊണ്ട് സാറും ഒരു കോമഡി ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പം സാർക്ക് എന്താണ് ഇതിനോടുള്ള പ്രതികരണം? ചോദ്യം തന്നെ. കോമഡി ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ടാലന്റഡ് ആയിരിക്കും നടന്മാരെക്കാളും. അവർക്കൊക്കെ ശരിക്കും നല്ല നടനുള്ള അവാർഡോ അങ്ങനെയൊന്നും നൽകാറില്ല. അപ്പം പിന്നെ ഈ പലർക്കും അവാർഡൊന്നും കിട്ടാറില്ല. പിന്നെ രണ്ട് ഇടിയിടിച്ച ആൾക്ക് അവാർഡ് കൊടുക്കുക അങ്ങനത്തെ ഒരു. അപ്പം അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നിയൊരു അഭിപ്രായം ഞാൻ പറയാം. അതായത് പിന്നെ നായക നടനായിട്ട് അഭിനയിച്ചാൽ മാത്രമേ ഏറ്റവും നല്ല നടനായിട്ടുള്ള അവാർഡ് കിട്ടൂ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തോട് എനിക്ക് യോജിപ്പില്ല. ചിലപ്പം രണ്ട് സീനുകളിൽ വരുന്ന ഒരാൾ നന്നായി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ല നടനായിട്ടുള്ള അവാർഡ് കൊടുക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കോമഡി അഭിനയിച്ചോ മറ്റേത് അഭിനയിച്ചോ പിടിക്കാൻ പോയോ എന്നുള്ളതൊന്നും വിഷയമല്ല, മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരുപാട് മിക്ക ധാരണകൾ. ചില സിനിമകളിൽ സിനിമ ചിലപ്പോൾ മോശമായി പോയാൽ എത്ര നന്നായിട്ട് അഭിനയിച്ചാലും ചിലപ്പം അത് ശ്രദ്ധിക്കപ്പെടാതെ പോകും. കാരണം അങ്ങനത്തെ ഒരു സിനിമയിലായിപ്പോയി അത് അഭിനയിച്ചത്. സംഘഗാനം അങ്ങനെ വിജയിക്കും എന്നുള്ള വിചാരത്തിലെടുത്ത സിനിമയല്ല, ആ രീതിയിലുള്ളൊരു വിജയം പ്രതീക്ഷിച്ചില്ല. അന്ന് ആ സിനിമകളൊക്കെ പിന്നെ ദിവസത്തിൽ ഒരു ഷോ, നൂൺ ഷോ മാത്രമായിട്ട് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ പെട്ടാണ്. കാരണം അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം കുറച്ച് പൈസ കിട്ടിയാൽ തന്നെ മുതലായിക്കോളും. ഈ മോഹൻലാലും എല്ലാവരും സാറിന്റെ ഈ ഇതുപോലെ പ്രശസ്തരായ നടന്മാരെല്ലാവരും സാറിന്റെ കൂടെ അഭിനയിച്ചാണല്ലോ. അവരുടെ കൂടെ അവരെന്നെ ഇപ്പൊ ഇനി അടിപൊളി ചിത്രങ്ങളിലും ഇപ്പൊ മോഹൻലാലിന് ചോട്ട മുമ്പ് അതുപോലുള്ള അടിപൊളി ചിത്രങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പൊ സാറിന്റെ ഇപ്പൊ ഇതുപോലെ അടിപൊളി ചിത്രങ്ങളിലൊന്നും ഇങ്ങനെ കാണാത്തത്. ഈ കോമഡി ആക്ഷനിലൂടെ ചേർന്നിട്ട് നായകന്മാരെ തിളങ്ങുന്ന പടം പോലത്തെ അതുപോലുള്ള സിനിമകളിൽ സാർ അഭിനയിക്കാത്ത ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഒരു ലുക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരുപാട് പരിമിതികളില്ലേ, ഹൈറ്റ് ഇല്ല. സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് സാറിന് ആ ലുക്ക് തോന്നുന്നത്. അപ്പൊ അധികം മിക്ക പടത്തിലും മോഹൻലാലിന്റെ ഒരു പാരയായിട്ടാണ്
അതായത് ഒരു സിനിമയിൽ പിന്നെ ഒരു തിരക്കഥയിൽ അതിനെപ്പറ്റി അതിലേക്ക് നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ്. തിരക്കഥയ്ക്ക് ഒരു മനഃശാസ്ത്രമുണ്ട്. തിരക്കഥ എഴുതുന്നത് എല്ലാ സിനിമകളും തിരക്കഥയാവാറില്ല. പ്രത്യേകിച്ച് പിന്നെ കമേഴ്ഷ്യൽ സക്സസ് ഒരു ഉണ്ടാക്കാനുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അല്ലാത്ത സിനിമകളുടെ കഥ ആലോചിക്കുമ്പോഴും തിരക്കഥ ആലോചിക്കുമ്പോഴും ചെയ്യേണ്ടതല്ലാത്ത കുറേ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിലൊരു വലിയ മനഃശാസ്ത്രമുണ്ട്. നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല ഈ കമേഴ്ഷ്യൽ സിനിമ ശ്രമിക്കുന്നത്. കമേഴ്ഷ്യൽ സിനിമ ശ്രമിക്കുന്നത് പിന്നെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാനാണ്. സക്സസ് ഉണ്ടാകും അതത്ര എളുപ്പമല്ല. ചില പ്രത്യേക വിഭാഗത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ചെയ്യുന്ന സിനിമകൾ പോലെ എളുപ്പമല്ല ഇത്. അതിന് പിന്നെ ബുദ്ധിമുട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരുപടി മനഃശാസ്ത്രം വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്തും കാസർഗോഡുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് അതൊരു നല്ല നോവലാണ്. ഇപ്പം നല്ല അല്ലെന്നേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദേശത്തിൻ്റെ കൊണ്ടാണ് സ്ഥിരമായിട്ട് ഒരു ഫോർമുലയും നടപ്പാവാത്തത്. അത് സിനിമ ഉണ്ടായ കാലം മുതൽ രണ്ട് കാര്യങ്ങളുണ്ട്. ആൻറ്റഗോണിസ്റ്റ്, പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. പോസിറ്റീവ് കഥാപാത്രവും നെഗറ്റീവ് കഥാപാത്രവും. അപ്പോൾ ഒരു പോസിറ്റീവ് കഥാപാത്രത്തെ ഉണ്ടാക്കിയാൽ അയാൾക്ക് നമ്മൾ കുറേ, അതുകൊണ്ടാണ് പലപ്പോഴും, ഞാൻ തീർന്നില്ല, അതുകൊണ്ടാണ് പലപ്പോഴും ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിൽ ഈ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കിയത് തന്നെയാണ്. സാറെന്ന് പറയുന്നുണ്ടല്ലോ എനിക്ക് അതിൽ അഭിനയിക്കാൻ അറിയില്ല. എന്നിട്ട് സാറ് സരസ് കുമാർ എന്ന കഥാപാത്രം വലിയ നടനാവുന്നുണ്ട്. അതിപ്പോഴുള്ള ജൂനിയർ സിനിമ നടന്മാരെ പരിഹസിച്ചിട്ടാണ് അഭിനയിക്കാൻ അറിയാത്തവരും സിനിമയിൽ വരുന്നുണ്ട്. അതാണ് സാറിന്റെ ഇന്നയാളൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പം പരിശോധിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള പല ആൾക്കാരും നമുക്ക് പരിഹസിക്കാൻ തോന്നുന്ന രീതിയിൽ അഭിനയത്തിൽ മികവ് തെളിയിച്ചിട്ടില്ലാത്തവരാണ്. അത് ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട്. പക്ഷെ അത് അദ്ദേഹം പറയുന്നുണ്ട് സാറ് നായകനാകുന്നത് കോഴിക്ക് മുല വരുന്നത് ഒരുമിച്ചിട്ടാണ് എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത്രയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊരു ഡയറക്ടർ തീരുമാനിച്ച് നടൻ ഇതാണ്. ഏത് അതായത് സിനിമയിൽ താരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സിനിമയെ എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ സിനിമയെ തിയേറ്ററിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ താരങ്ങൾ ഉണ്ടാവുന്നത് സിനിമയ്ക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ലോകത്തെല്ലാ സ്ഥലത്തും താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ താരങ്ങൾ സിനിമയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒരു വലിയ ഘടകമാണ്. പക്ഷെ സിനിമയ്ക്ക് പുറത്ത് അവരുടെ അവർക്ക് വേണ്ടി അവരുടെ പേരിൽ അസോസിയേഷൻ ഉണ്ടാക്കുക, അതൊക്കെ പ്രാകൃതവും സംസ്കാരശൂന്യമായിട്ടുള്ള ഏർപ്പാടാണ്. അത് വിവരമുള്ളവർക്ക് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് വിവരമുണ്ടല്ലേ ഇല്ലായിരിക്കാം, എങ്കിൽ പോലും എനിക്ക് പോലും അംഗീകരിക്കാൻ പറ്റില്ല. വേറെ ഒരു പണിയില്ലാത്ത ആളുകൾ മാത്രം ചെയ്യുന്ന പണിയാണ്. അത് ഞാൻ ശരിക്കും കെ ജി ജോർജ് സാറിൻ്റെ കൂടെയും ഒക്കെ ചില സിനിമകൾക്കൊക്കെ വേണ്ടി അവരുമായിട്ട് വേറെ ചില സിനിമകൾ, ഞാൻ എഴുതുന്ന സിനിമകളൊന്നുമല്ല, വേറെ ആൾക്കാർ എഴുതുന്ന സിനിമകളുടെ കഥകളുണ്ടാക്കാനും തിരക്കഥകളുണ്ടാക്കാനുമായിട്ട് പലപ്പോഴും അവരുടെ കൂടെ അങ്ങനെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു കാര്യത്തിനല്ല, ഇത് പിന്നീട് ഞാൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെന്നുള്ളൊരു തോന്നലും എനിക്കില്ലായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഒരു അവസരം ഉണ്ടായി. പിന്നീട് സന്ദർഭവശാൽ ചില ആളുകളൊക്കെ എഴുതാൻ നിർബന്ധിച്ചപ്പോൾ ആ ഒരു പരിശീലനം പ്രയോജനപ്പെട്ടു. സാർ ഇപ്പോൾ പറഞ്ഞില്ലേ ആരാധനയിൽ സാറിന് താല്പര്യമില്ലെന്ന്. ഇപ്പോൾ സാറിൻ്റെ പേരിലൊരു ഇത് വരാൻ വെച്ചാൽ ഫാൻസ് അസോസിയേഷൻ വരാൻ വെച്ചാൽ സാറിൻ്റെ അഭിപ്രായം?
അങ്ങനെ ഞാൻ അതായത് ഇവിടെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആൾക്കാർ ഞങ്ങളിങ്ങനെ ഫാൻസ് അസോസിയേഷൻ ഞാൻ എന്നെ വിട്ടേക്കാൻ പറഞ്ഞു. സാർ അവര് നിൽക്കുമല്ലേ? ഇവിടെ പലർക്കും പല അസോസിയേഷനും ഇങ്ങനെ ഇവർക്ക് പിരിവെടുത്തിട്ട് പല പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ പേരിൽ. പിന്നെ കുറേ ആൾക്കാർ ഗുണ്ടായിസത്തിന് വേണ്ടിയിട്ട് പിന്നെ വേറെ ഏതെങ്കിലും സിനിമകളിൽ നന്നായി പോകുന്ന സിനിമകൾ ഞാനൊരു അസോസിയേഷൻ്റെ കാര്യത്തെ പറ്റിയിട്ട് എന്നോടൊരു ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫാൻസ് അസോസിയേഷനെ പറ്റിയിട്ട് എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരാളുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് മറ്റേ ആളുടെ ഫാൻസ് വന്നിട്ട് പോസ്റ്റേഴ്സ് കീറും. അങ്ങനെ ഇയാളുടെ സിനിമ വരുമ്പോൾ മറ്റേ സാർ ഫസ്റ്റ് അഭിനയിച്ച നാടകത്തിന്റെ പേര് നാടകം ഞാനൊരു 6ാം ക്ലാസ്സിൽ അഭിനയിച്ചാണ്. അതിൻ്റെയൊക്കെ പല പേരുകളുണ്ട്. നാടകത്തിൻ്റെ പേരാണ്. നാടകം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അതൊരു 10 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു സ്കിറ്റ് പോലെയുള്ളൊരു സംഭവം ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയതാണ്. അത് എഴുതി ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ചെറിയ കഥകളും ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ട് പുസ്തകങ്ങളായിട്ടുള്ളൊരു പരിചയത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു അക്ഷരം നമുക്ക് എഴുതാൻ പറ്റില്ല പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ. പിന്നെ അത് പക്ഷേ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു സംഗതിയല്ല ഞാനതിൽ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച കഥ എന്ന് പറയുന്നത് നാട്ടിൻപുറത്ത് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നാടോടി കഥയാണ്. ആ കഥ 10 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു സ്കിറ്റായിട്ട് ഞാൻ എഴുതിയതാണ്. അതിൻ്റെ പേര് കമ്പിയടിച്ച കോരൻ എന്നാണ്. അതായത് നമ്മൾ പിന്നെ ചിരി എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. അപ്പോൾ അതായത് തകരച്ചണ്ട പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ റോഡ് കോമഡി ചെയ്ത് കണ്ടിട്ടില്ല, പറയണ കേട്ടാണ്. അതെ, അങ്ങനെയുള്ള അല്ല ഇപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെ ഹ്യൂമറുള്ള റോളുകൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ പരിശീലനത്തിലൂടെ ആക്ടർ എല്ലാവിധ റോളുകളും ചെയ്യാൻ പ്രാപ്തനായിരിക്കണം എന്നാണല്ലോ. ഹ്യൂമർ ജനറേറ്റ് ചെയ്യുന്ന റോൾ ചെയ്തതുകൊണ്ട് വേറെ റോളുകൾ ചെയ്യാൻ പാടില്ലെന്നോ അല്ല ചെയ്യാൻ പറ്റില്ലെന്നോ ഒന്നുമില്ല. ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഈ സാറ് കഴിക്കുന്നു പറഞ്ഞല്ലോ, ഉപ്പുമാവും പപ്പടവും, അത് ഇപ്പോൾ കഴിക്കാറുണ്ടോ? ഉദയനാട് തരത്തില് സീൻ ഉണ്ടല്ലോ, കുറെ ആളുകൾ ഒരു ബിൽഡിങ്ങിന്റെ താഴെ വന്നിട്ട് ഫാനാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സാർ എന്താ റിയാക്ട് ചെയ്യുക? അത് ഈ ഒരു സംഘടിത ഫാൻ പ്രസ്ഥാനമല്ല അത്. അതെന്ന് പറയുന്നത് അതിനകത്ത് ആ സരോജ് കുമാറിന്റെ ക്യാരക്ടർ അതാണ്. സരോജ് കുമാർ എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ആ മനസ്ഥിതിയാണ് നമ്മൾ കളിയാക്കിയത്. എൻ്റെ മനസ്ഥിതി അതാണോ എന്നുള്ളത് അല്ലല്ലോ അവിടെ പറഞ്ഞത്. ഞാൻ യഥാർത്ഥത്തിൽ വളരെ സ്നേഹപൂർവ്വങ്ങളോട് ഇടപെടാൻ ആഗ്രഹമുള്ള ആളാണ്. സാഹിത്യ രംഗത്ത് മഹത് വ്യക്തി എന്ന് തോന്നുന്നത് സാഹിത്യ രംഗത്ത് എവിടെ, ഏത് സാഹിത്യ, മലയാളം മൊത്തം സാഹിത്യ രംഗത്ത് സാറിന് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു? അപ്പം എല്ലാ സാഹിത്യകാരന്മാരുടെയും ഞാനൊരിക്കലും ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ഏറ്റവും നല്ല സിനിമ ഏതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ഞാൻ പറയും. അയാളുടെ അടുത്ത സിനിമ മോശമായാലപ്പോൾ അയാൾ മോശം സിനിമ ഉണ്ടാക്കിയ ആളാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് നിലനിർത്താൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല.
ലോകത്ത് ഒരുപാട് സാഹിത്യം, ഷേക്സ്പിയർ മുതൽ എത്രയോ ആൾക്കാരില്ലേ. ഞാൻ ആ ലെവലിൽ പിന്നെ ഷേക്സ്പിയറെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ശരിക്കും. സിനിമയിൽ സമൂഹത്തിന് എന്ത് ഗുണപാഠം ലഭിക്കുന്നത്? അത് പിന്നെ അതിൻ്റെ തിരക്കഥ എഴുതിയത് അതാ വലിയ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി പറയാൻ എനിക്ക് അറിയില്ല. സാർ തിരക്കഥ എഴുതിയ എല്ലാ സിനിമകളിലും സാർ ഒരു പരിഹാസ വേഷമായിട്ടാണ് അഭിനയിക്കുന്നത്. അത് എന്തിനാ സാർ അങ്ങനെ ഈ യാത്രക്കാർക്ക് ശ്രദ്ധിക്കുന്ന സിനിമയിൽ സാറിന് പ്രത്യേകിച്ച് കേട്ടൊന്നുമില്ലെങ്കിൽ വെറുതെ ഒരു പരിഹാസ വന്നു പോകുന്നുണ്ടല്ലോ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവമുള്ള ആ ക്യാരക്ടർ ഞാനല്ലെങ്കിൽ വേറൊരാൾ അഭിനയിക്കണം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ പരിഹസിക്കപ്പെടുന്നില്ലല്ലോ. ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. ഞാനവിടെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടനാണ്. എനിക്കെന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങനെ അതിനെ കാണാനേ പാടില്ല. മിമിക്രി കാണിക്കുന്നതിനെ പറ്റി അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് അനുകരിക്കുന്നു എന്ന് ഞാനും പറയുന്നു. എനിക്ക് ഫീലിംഗ് ഒന്നുമില്ല. എനിക്ക് സന്തോഷമില്ല. അതിനെക്കുറിച്ച് ഞാൻ ദിലീപിനോട് ചോദിച്ചിട്ട് പറയാം. ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ട് ഞാൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഉള്ള താല്പര്യത്തെക്കാൾ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ നല്ല സിനിമ ഉണ്ടാകുക എന്നുള്ളതാണ്. നല്ല സിനിമയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ആലോചിക്കുക, സിനിമയിൽ താല്പര്യമുള്ളവരെ അതിന് വേണ്ടിയിട്ട് തിരക്കഥകൾ ഉണ്ടാക്കുക. വളർന്നു വരുമ്പോൾ നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ, ഇത് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് എനിക്ക് റോളൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യാം. മലയാള സിനിമയുടെ ഒരു രസമുള്ള ധാരാളം സിനിമകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, മലയാള സിനിമയോട് സ്നേഹമുള്ള, മലയാള സിനിമ എന്നല്ല നമ്മുടെ സിനിമയാണ് ഒരു കാലഘട്ടത്തിലെ എൻ്റെ പ്രവർത്തനത്തിന് മുഴുവൻ ഊർജം തന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനോട് എനിക്കൊരു വികാരപരമായൊരു അടുപ്പം ഉണ്ടല്ലോ ശരിക്കും. അപ്പം നല്ല സിനിമ, അപ്പോൾ എനിക്കതിനകത്ത് വ്യക്തിപരമായിട്ട് ഇനിയുള്ള കാലത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഞാനിപ്പോഴും അത് ഇപ്പം അതൊന്നും എനിക്ക് പാട്ട് കേട്ടോന്ന് ഞാൻ വരെ കേട്ടിട്ടില്ല. അമ്മ പറയുന്നത് പാട്ട് പാടുന്നതാണ്. ഞാൻ അതായത് പിന്നെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഒരു സ്പിരിറ്റ് എന്തോ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ആവഹിച്ച് ഉണ്ടായപ്പോൾ എനിക്ക് എന്തൊക്കെയോ നിങ്ങളുമായിട്ട് കുറേ കാര്യങ്ങൾ പങ്കുവെക്കാൻ തോന്നി. എനിക്ക് അതിപ്പോൾ ഇതുവരെ അവസാനം ഞാൻ എല്ലാവരും ഇടിച്ചിട്ട് പോകും. ഒരിക്കല് വിനീത് ശ്രീനിവാസ് ആയിട്ടുള്ള അഭിമുഖത്തില് ഇങ്ങനെ
ഗായകനായി തീർന്നതിൽ മാതാപിതാക്കളുടെ സഹകരണം ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ ഒരു പാട്ടുകാരനാക്കണമെന്നോ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. പാട്ടുകാരനാക്കണമെന്നോ? അങ്ങനെയല്ല, അമ്മയാണ് കൂടുതലായിട്ടും ഇതിൽ പങ്കുവഹിച്ചിരുന്നത്. അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു നമ്മളെ ഞാൻ മാത്രമല്ലല്ലോ അവൻ്റെ മാതാപിതാവ് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എന്താണ്? അല്ല, അത് പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ പല സിനിമയിലും അങ്ങനെ പറയുന്നത് കുരുട്ട് ബുദ്ധിയിലൂടെയാണ് കാര്യങ്ങൾ പല സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. കുരുട്ട് ബുദ്ധിയിലൂടെ കാര്യം നേടാൻ അന്നും പണ്ടേ പിടിക്കണം. എന്താ അങ്ങനെ പറയാൻ കാര്യം? സാധാരണ ജഗതി ശ്രീകുമാർ ഒരു സ്റ്റേജ് ഷോയിൽ മോഹൻലാലിനെ പറഞ്ഞു. കുരുട്ട് ബുദ്ധി എന്നൊന്നും പറഞ്ഞില്ല. അന്ന് ഒരു ദിവസം ജയശ്രീമാർ പറഞ്ഞ് അല്ലെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാനുള്ള വിദ്യകൾ വിനീതിന് പറഞ്ഞു കൊടുക്കണമെന്നാണ്. കുരുട്ട് ബുദ്ധി പറഞ്ഞു കൊടുത്താൽ ആരും രക്ഷപ്പെടില്ല. ബുദ്ധി മിനിമം ഒരു ബുദ്ധി ആർക്കും വേണ്ടേ? ആ ബുദ്ധി എനിക്കുള്ളൂ. വേറെന്ത് ബുദ്ധിയാ? എനിക്കറിയില്ല. ഇതൊരു ഒളിച്ചോട്ടമാണല്ലോ സാറേ, എനിക്കറിയില്ല. അതൊന്നും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടൊന്നും മുന്നിൽ വന്നിട്ടില്ല. അതൊക്കെ എനിക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുമായിരിക്കും. 30 വർഷമായി. ഞാനിപ്പോ പറഞ്ഞതൊക്കെ എന്നെയാണ് പഠിപ്പിച്ചത്. വേറെ പ്രത്യേകമായിട്ട് ഒരു സബ്ജക്റ്റ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. സാറിൻ്റെതായിട്ട് എന്തെങ്കിലും സ്റ്റേജിലുണ്ടോ? പിന്നെ ജന്മന ഉണ്ടാകുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് വന്നു പോകുന്ന ചില പിന്നെ ആരും അത് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അഭിനയത്തെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരു ക്യാരക്ടർ ആവശ്യപ്പെടുന്ന ബോഡി ലാംഗ്വേജ് ആയിരിക്കില്ല വേറൊരു ക്യാരക്ടർ ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മുടെ സൂക്ഷ്മതയോടുകൂടി ക്യാരക്ടറുകൾ ചെയ്യാൻ ആരും സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാൻ കമേഴ്ഷ്യൽ സിനിമയിലെ നടനോട് അവരാവശ്യപ്പെടും. സാധാരണഗതിയിൽ ഒരു നടൻ പോൾ മുനി എന്ന് പറയുന്ന ഹോളിവുഡിലെ പഴയ ആക്ടറായിരുന്നു. പോൾ മുനി ആക്ടേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള വലിയൊരു ഗുരുനാഥനായ ആക്ടർ എന്നൊക്കെ പറയപ്പെടുന്നത് പോലെയുള്ള ഒരു ആക്ടറായിട്ടാണ് അറിയുന്നത്. അദ്ദേഹം ഗുഡ് എർത്ത് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചൈനയിലെ ഒരു പുരാതന കുടുംബത്തിൻ്റെ തലമുറകളുടെ ഒരു കഥയാണ് പേൾ ബെക്കിൻ്റെ. അല്ലാതെ പോൾ മുനി പിന്നെ ഗുഡ് എർത്തിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ടില്ല. അല്ല, പോൾ മുനി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പോൾ മുനി ചെയ്തത് അവിടെ ചെന്നിട്ട് അവിടുത്തെ ചൈനീസ് ആൾക്കാരുടെ ശാരീരിക ചലനങ്ങളും അവരുടെ എക്സ്പ്രഷൻസ് ഓരോ സിറ്റുവേഷനിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു വളരെ ലൈനായിട്ട് നിന്നിട്ടില്ലെങ്കിൽ ഇത് ശരിയാണ്. ലൈനായിട്ട് നിൽക്കണം. നിങ്ങൾ ആദ്യം ഡിസിപ്ലിൻ